നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിന് പ്രതിപക്ഷം. കരാർ ലംഘനവും ദേശീയ സുരക്ഷയും ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത്. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത നടക്കുന്നുവെന്ന് പിണറായി വിജയൻ. വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി അദാനി പോർട്സ്. സർക്കാരിന്റെ അനുമതി തേടാൻ കഴിയുക കമ്പനിയുമായി ധാരണയിൽ എത്തിയ ശേഷം. താരസംഘടനയിൽ വിഴുപ്പലക്കൽ തുടരുന്നു. ശ്വേതാ മേനോനെതിരെ ഒരു വിഭാഗം നടിമാർ. ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് അൻസിബ ഹസൻ. പേഴ്സണലായി സംസാരിച്ച ഓഡിയോ പുറത്തുവിട്ടത് കുറ്റകൃത്യമെന്ന് നടി ഉഷ. വർഗീയവാദം നടത്തുന്ന ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടതെന്ന് മാലാ പാർവതി. PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങിയത് എറണാകുളം സ്വദേശി TA അയൂബ്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാൾ. ഇടവനക്കാട് വീട്ടിലെ റെയ്ഡിൽ ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെടുത്തു. അയോധ്യ കൊള്ളയിൽ അറസ്റ്റിലായവർ പണം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. കെട്ടുകണക്കിന് നോട്ടുകൾ ചാക്കുകളിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് അനിൽ മിശ്രയ്ക്ക് പരമാധികാരം നൽകിയിരുന്നുവെന്നും അന്വേഷണ സംഘം. ട്രസ്റ്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിൽ പൊതുദർശനം. കണ്ണീരോടെ ഇറാൻ നേതാക്കൾ. കുടുംബങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന്. പങ്കെടുത്ത് ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ. ടെലഗ്രാം ആപ്പിന് വീണ്ടും മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ വ്യാജ പതിപ്പുകൾക്കെതിരെ അടിയന്തര നടപടിയെടുക്കും. 15 ദിവസത്തിനകം എന്തു നടപടിയെടുത്തെന്ന് വ്യക്തമാക്കണം. കുട്ടികളുടെ ലൈംഗിക പീഡന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന് മെറ്റയ്ക്കും നോട്ടീസ്. കേപ്പ് വെർഡയ്ക്ക് മുന്നിൽ വിറച്ച അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-നെതിരെ 3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈമിൽ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി. ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വഴിയൊരുക്കാണെന്ന പേരിൽ ചുറ്റുമതിലുകൾ തകർത്ത നിർമ്മാണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ തിരുവനന്തപുരം കുഴിവുള സ്വദേശികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ 32% കുറവ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ. സാധാരണ അളവിൽ മഴ ലഭിച്ചത് കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം. വടക്ക് മഴ കനക്കുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. യൂറോപ്പിനെയും അമേരിക്കയും വലച്ച് കൊടും ചൂട്. ചൂടിന് പിന്നാലെ കാട്ടുതീയും. ഫ്രാൻസിൽ മാത്രം 2000-ലധികം മരണം. നെതർലൻഡ്സിലും ബെൽജിയത്തിലും മരണസംഖ്യ ഉയരുന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിഴിഞ്ഞം തുറമുഖ വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി അദാനി പോർട്സ്. വിദേശ കമ്പനിയുമായി ധാരണയിലെത്തിയ ശേഷം മാത്രമേ സർക്കാരിന്റെ അനുമതി തേടാൻ കഴിയൂ. തുറമുഖത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പ്രതിനിധികൾ തന്നെ തുടരും. കരാർ യാഥാർത്ഥ്യമായാൽ MSC പ്രതിനിധികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടും. ഭൂരിപക്ഷ ഓഹരി പങ്കാളി എന്ന നിലയിൽ തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനി പോർട്സിന് തന്നെയാകുമെന്നും സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കി. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ MSCയുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട്
അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സിഇഒ അശ്വിനി ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നത്. എം എസ് സിയുമായി അദാനി പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ കരാർ വ്യവസ്ഥകൾ ഒരു തരത്തിലും തുറമുഖവുമായി നിർമ്മാണ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കരാറിന്റെ ലംഘനമായി മാറില്ല. സ്വാഭാവികമായി മറ്റൊരു കമ്പനിയുമായി ഇങ്ങനെയൊരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ കഴിയൂ. അതിന് മുന്നോടിയായാണ് സെബിയുടെ അനുമതി തേടിയത്. അതിൽ ഒരു തരത്തിലുള്ള കരാർ വ്യവസ്ഥകളുടെ ലംഘനവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ തുറമുഖത്തിന്റെ ഭൂരിപക്ഷം ഓഹരികളുടെയും നിയന്ത്രണം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം അദാനി പോർട്ടിന് തന്നെയാണ്. അതുകൊണ്ട് തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനി പോർട്ടിന്റെ കയ്യിൽ നിന്ന് MSCക്ക് പോകും എന്നത് അടിസ്ഥാനരഹിതമായ ആശങ്കയാണ്. അതോടൊപ്പം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പോർട്ടിന്റെ പ്രതിനിധികൾ തന്നെയായിരിക്കും. MSCയുടെ പ്രതിനിധികളും ആ പട്ടികയിലേക്ക് ഉൾപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രദേശവാസികൾക്ക് നൽകുന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലടക്കം MSC കൂടി പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് വഴി തുറക്കുന്ന തരത്തിലേക്ക് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം അത് പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയോ ഒന്നും ചെയ്യുകയില്ല. മാത്രമല്ല, ഏതാണ്ട് ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC വിഴിഞ്ഞത്ത് നടത്തുന്നതിലൂടെ അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറാൻ ഇടവരുമെന്ന് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണമായി അദാനി പോർട്ട് രംഗത്തെത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ആശങ്കകൾ പങ്കുവച്ച പ്രതിപക്ഷ കക്ഷികളടക്കം എന്ത് നിലപാട് ഇനി സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമായി മാറുക. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിന് പ്രതിപക്ഷം കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത് നൽകി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നൽകുന്നില്ലെന്നും ഇടപാടിൽ ഗൂഢാലോചന നടന്നതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. പൊതു താൽപര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി ഇന്ന് LDFന്റെ പ്രതിഷേധ പരിപാടി വിഴിഞ്ഞത്ത് നടക്കും. TG സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പുതിയ നീക്കമാണല്ലോ. ഈ സെബിയെ അടക്കം സമീപിക്കുക എന്ന് പറയുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്സിന്റെ ഒരു വിശദീകരണം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവരുടെ, അതായത് കൈമാറുന്ന കമ്പനിയുടെ അനുമതി കിട്ടിയാൽ മാത്രമാണ് സർക്കാരിന്റെ പെർമിഷനായി പോകാൻ സാധിക്കുക. ഈ സെബിയൊക്കെ സമീപിക്കുന്നതിന്റെ പിന്നിൽ അത് ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുകയല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്താൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെബിക്കും അടക്കം കത്തയച്ചുകൊണ്ടുള്ള നീക്കം. സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്നതുകൊണ്ടാണ് കത്തയച്ചതിൻ്റെ ന്യായമായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് നീക്കങ്ങൾ നടന്നത്. അദാനിക്ക് വഴിവിട്ട സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നടക്കമുള്ള കടുത്ത ആരോപണങ്ങൾ സ്വീകരിക്കുമാണ്. അതായത് മുമ്പ് എടുത്ത നിലപാടിനേക്കാൾ ഒന്നുകൂടി ശക്തമായ നീക്കത്തിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. അദാനി ഗ്രൂപ്പ് സർക്കാരിന് മുന്നിൽ വീണ്ടും കത്തയച്ച് അനുമതി തേടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ഇത് സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമേറ്റുന്ന സാഹചര്യങ്ങൾ കൂടിയായി മാറും. എന്തായാലും ഇനി ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും, അദാനിക്ക് അനുമതി നൽകുമോ, ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുമോ എന്നതാണ് പ്രധാനമായ കാര്യം. വലിയ ഗൂഢാലോചനയും നീക്കങ്ങളും നടക്കുന്നു എന്ന് തന്നെയാണ്. അദാനിക്ക് വഴിവിട്ട സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് വിഴിഞ്ഞം തുറമുഖ മേഖലയിൽ പരസ്യ പ്രതിഷേധവുമായി CPM രംഗത്ത് വരികയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ നീക്കങ്ങൾ ഇത് സംബന്ധിച്ചുണ്ടാകുമെന്ന് കരുതണം. ശരി സൈത്ത്. വിഴിഞ്ഞം തുറമുഖ ചുമതലകളിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി എന്ന ആരോപണവുമായി പ്രതിപക്ഷം. LDF സർക്കാരിന്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ അദാനി ഗ്രൂപ്പ് സമീപിച്ചിരുന്നു. എന്നാൽ അവർ വഴങ്ങിയില്ല. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക്
അനുകൂലമായ നിലപാട് എടുത്ത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ മേലെയായിരുന്നു. അതിന് അവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് ഒരു കാര്യം പ്രതികരിക്കും. അത്രത്തോളം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി പിന്നീട് പറയാം. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫിലെ 2 പേർ രാജിവെച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദരാജ എന്നിവരാണ് രാജിവെച്ചത്. ജോലിഭാരം താങ്ങാൻ ആകുന്നില്ലെന്നാണ് ഇവരുടെ വിശദീകരണം. വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കുള്ള റോഡിന് എന്ന പേരിൽ ഒരു പ്രദേശത്തേക്കുള്ള റോഡും മതിലുകളും തകർത്ത് നിർമ്മാണം. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ബന്ദികളായി തിരുവനന്തപുരം കുഴിവിള നിവാസികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലേക്കുള്ള വഴിയൊരുക്കലാണെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഒരു ആശുപത്രിയോ വ്യവസായ സ്ഥാപനമോ ഒരു പ്രദേശത്ത് വന്നാൽ സ്വാഭാവികമായും ആ നാട്ടിൽ വികസനമാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നേട്ടം ആ നാടിന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കഴക്കൂട്ടത്ത് ബൈപ്പാസ് സമീപമുള്ള കുഴിവിള എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ കുഴിച്ച് ഒരു തോടിന് സമാനമായി ഇട്ടിരിക്കുന്ന അവസ്ഥ. ഈ റോഡിൻ്റെ നേരത്തെയുള്ള ഹൈറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഇത്രയധികം ഉയരത്തിലുണ്ടായിരുന്ന ഒരു റോഡാണ്. അതിനോട് ചേർന്ന വീടുകളും അവിടെ ഒരു പൈതൃക ഗാർഡൻസ് എന്ന വീട്ടിലേക്കുള്ള വഴിയുണ്ട്, വീടുകളുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു ചില സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹൈറ്റിലുള്ള റോഡാണ് ഒരു പെട്ടെന്നൊരു രാത്രി കൊണ്ട് കുഴിച്ച് ഈ അവസ്ഥ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലായിരിക്കും. ഇങ്ങോട്ടുള്ള വഴിയൊക്കെ വലിയ ചെളി കളമാണ്, ചെളിക്കുളമാണ്. ഏതായാലും ഇവിടെ 20ഓളം വീട്ടുകാർ ഉള്ള സ്ഥലമാണ്. എന്നോടൊപ്പം ഇതിന് തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമ ചേരുന്നു. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് നടുരാത്രിയിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു രാത്രിയിൽ വന്നിട്ട് അടിച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മണ്ണ് വരെ ഇവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഈ മണ്ണ് മാറ്റി തൊട്ട് തടവ് ഓടയുടെ കരയിൽ അവിടെ കൊണ്ടിട്ടതിൽ തന്നെ ആളുകൾക്ക് അവിടെ വെള്ളപ്പൊക്കമായി വീടുകൾ കയറാൻ നിവൃത്തിയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ പറയപ്പെടുന്നത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ വരുന്നുവെന്ന് പറയപ്പെടുന്നു. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഹോസ്പിറ്റൽ പേര് പറയാം. ആസ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൻ്റെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഈ റോഡ് ശരിയാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് വളരെ നാളുകൾക്ക് മുമ്പേ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ചെറിയ വഴികൾ, ഊടുവഴികൾ ഉണ്ടായിരുന്നു. വുഡ് എർത്ത് പ്രോപ്പർട്ടീസ് വാങ്ങി അവർ പ്ലോട്ട് തിരിച്ച് ഓരോ ആളുകൾക്ക് വിൽക്കുകയും അങ്ങനെ വാങ്ങിക്കപ്പെട്ടുള്ള ഒരു 10-60ഓളം ആളുകൾ ഈ സൈറ്റിൽ വീട് വെച്ച് താമസിക്കുകയും ഇതൊക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഉപഭോക്താവാണ്. എൻ്റെ മുൻ ജൻബി ശ്രീകണ്ഠനായിരുന്നു തൊട്ടടുത്തുള്ള ആൾ തന്നെ. അദ്ദേഹം എത്രയോ കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുവിനെ ഞാൻ 15 കൊല്ലത്തിന് മുമ്പ് വാങ്ങുകയും കരം കെട്ടി പോക്കൂര് ചെയ്ത് പട്ടയം പിടിച്ച് ചുറ്റുമതിൽ കെട്ടി ഞാൻ സൂക്ഷിച്ചിരുന്ന ഈ വസ്തുവിൻ്റെ മതിലാണ് ഈ രാത്രിയിൽ കൊണ്ട് ഇടിച്ചു തകർത്തിയത്. 6 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു താഴ്ത്തിയപ്പോൾ ഈ മതിലിൻ്റെ മൂലയിൽ തകർന്നു വീഴുകയും 1 ലക്ഷത്തോളം രൂപ ചിലവാക്കി ഞാൻ പുതുക്കി പണിയുകയും ചെയ്തു. അന്നും റോഡിൻ്റെ വീതിയെപ്പറ്റി ഒരു തർക്കവും ഈ പെട്ടെന്നൊരു രാത്രി ചെയ്ത പണിയാണ് അല്ലേ? നാട്ടുകാരെയൊന്നും അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴി ഇവിടെ ഒരു ഏണി വച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായി ഇവിടെ ഉള്ളതല്ല. ഈ ഭാഗത്ത് ഒരു 6ഓളം കുടുംബങ്ങളുള്ള 6ഓളം വീടുകളുണ്ട്. അപ്പുറം ഭാഗത്ത് ഇവിടെ നേരത്തെ മതിലുണ്ടായിരുന്നു അല്ലേ? മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇളകി ഇതൊരു 6 വീടുകളിലേക്കുള്ള വഴിയുള്ള ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് താഴെ അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഗേറ്റിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. എന്താണ് നിങ്ങളുടെ വീടും ഇവിടേക്കുള്ള വഴിയും ഗേറ്റൊക്കെ പൊളിച്ചു തന്നായിരുന്നു? തിങ്കളാഴ്ച പാതിരാത്രി പാതിരാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ ഇവർ വന്നത് തുടങ്ങിയ സമയത്തെ വന്നപ്പോൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റോഡൊന്ന് ലെവൽ ചെയ്യുന്നതേ ഉള്ളൂ. ലെവൽ ചെയ്ത് ഇതേ കണക്കിന് ടാർ ചെയ്യാനുള്ള പരിപാടി. ഞാൻ നോക്കി പണ്ടത്തെ കണക്ക് ഇവിടെ കുഴിക്കാൻ പറ്റത്തില്ല. ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിഷയമാക്കി ഇതിൻ്റെ ഓണേഴ്സുകളെല്ലാം വന്ന് ഒത്തുതീർപ്പാക്കി ഇനി ഇവിടെ കുഴിക്കില്ല, ഈ ലെവലിൽ റോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള അപ്പോൾ എങ്ങനെയാ ഇനി നിങ്ങളുടെ ഇങ്ങോട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇതുവഴിയെ കയറി പോകുന്നത്? എങ്ങനെയാണ് ഇനി
പോകാനായിട്ട് വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് വേറെ വീടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബ വീടാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ വഴിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആരോടും പറയാതെ പെട്ടെന്ന് പൊളിച്ചു കളയാറ്. ഈ ഗേറ്റ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റ്? അതെ 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 അതെ, ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ ഹൈറ്റിൽ റോഡ് വരുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. അവർ പറയുന്നത് ഏകദേശം ഈ ഹൈറ്റിൽ വരുമെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോരാ, വരുമെന്നുണ്ടെങ്കിൽ അത് റൈറ്റിങ്ങിൽ എഴുതി എഗ്രിമെൻ്റ് കണക്കാക്കി തന്നാൽ ഇവിടെ റോഡിൻ്റെ പണി തുടങ്ങാം. അതല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകും. ഏതായാലും ഇവിടെ ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ റോഡ് പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്രയധികം ഒരു ഹൈറ്റ് നമുക്ക് ആ ദൃശ്യങ്ങൾ വ്യക്തമാകുമെന്ന് കരുതുന്നു. സാധാരണ അപ്പോൾ ഉള്ള ഒരു റോഡ്, അത് ഇപ്പോൾ പുതിയ റോഡ് നിർമ്മിക്കാനെന്ന പേരിൽ ഇങ്ങനെ കുഴിച്ച് നാട്ടുകാരെ ഒരു അഗാധ ഗർത്തത്തിലും അതുപോലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഏണി വെച്ച് പോകേണ്ട അവസ്ഥയിലുമാക്കിയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ പ്രദേശത്ത് നിരവധി വീടുകളും അങ്കണവാടി പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റു പ്രശ്നം ഇവിടെ ഉള്ളത് ഈ ഓടയുടെ ഉയരമാണ്. ഈ ഓടയുടെ ഉയരം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്കണവാടിയിൽ നിന്നൊക്കെ ഇനി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനനുസരിച്ച് ഈ അങ്കണവാടിയുടെ ഗേറ്റും അതിൻ്റെ സ്ഥലവും ഒക്കെ ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. നിരവധി വീടുകളും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട്. വീടുകളുടെയൊക്കെ ഏതാണ്ട് ഈ പൊക്കത്തിലൊക്കെ പലയിടത്തും സ്ലാബ്, ഈ റോഡിൻ്റെ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള സ്ലാബ് രണ്ട് വശത്തും വരുന്നു എന്നുള്ളതാണ് വീടുകൾ നേരിടുന്ന പ്രതിസന്ധി. തൊട്ടപ്പുറത്തുള്ള വീടുകൾക്കൊക്കെ ആ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. മാത്രമല്ല ഇവിടെ സ്വാഭാവികമായും ഈ രണ്ട് വശവും പൊങ്ങി വരുമ്പോൾ ഒരു മുൻപ് വയലായിരുന്ന പ്രദേശമാണ്. വെള്ളപ്പൊക്ക ഭീഷണിയും ഇവിടെ ഉണ്ടാകും. നാട്ടുകാർക്ക് നമുക്കൊപ്പം ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം? ഈ റോഡ് ഇത്ര പൊക്കത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ വെള്ളത്തിലാവും. കാരണം ഈ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഒട്ടും ഇങ്ങോട്ട് വരികയില്ല. ഇപ്പം തന്നെ ഇവിടെ കംപ്ലീറ്റ് പൊക്കിക്കഴിഞ്ഞു. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പോകാൻ വഴിയില്ല. ഇവരെന്താണ് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ പണി തുടങ്ങി നിങ്ങൾ അറിയിക്കാതെ? ഞങ്ങൾ അറിയിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതെല്ലാം ശ്രീധന്യ കമ്പനി അവർക്ക് വേണ്ടിയാണ് സത്യം ചെയ്യണത്. അല്ല, ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നെങ്കിലും അതല്ല. കാരണം അയാൾക്ക് ഇവിടെ കുറച്ച് ബിൽഡിംഗ് തീർക്കണം, അതിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഫ്ലാറ്റുകളൊക്കെ വരാനായി? ഫ്ലാറ്റ് തന്നെ, കാരണം കംപ്ലീറ്റ് പൊക്കിയിട്ടുണ്ട് അവിടെ. അതിലേക്കാണ് സത്യം ചെയ്യണത്. അതുപോലെ ഇവിടെ ഈ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയാവില്ലേ? ഇങ്ങനെ എത്ര ഹൈറ്റിലൊക്കെ വരില്ല? ഇത്രയും ഹൈറ്റ് വരില്ല? പറ്റില്ല, ഞങ്ങൾക്ക് മാർക്കും അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ടാണ്, ഈ ശ്രീധന്യയിലാണ്. അതിൻ്റെ അടുത്ത പ്ലോട്ടിൽ വെച്ചാൽ അതിൻ്റെ വഴി അവിടെയാണ്. അവർക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ഒക്കില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ സ്വാഭാവികമായും വികസിച്ച് ഈ റോഡ് കുറച്ച് ദിവസത്തിന് ശേഷം റോഡ് ശരിയായി വരാം. അപ്പോഴത്തേക്കും വീടുകൾ മുഴുവൻ ഒന്നുകിൽ വലിയ ഉയരത്തിലാകും, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. തൊട്ടപ്പുറത്തൊരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റുകളും ഒക്കെ വരുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. വളരെ വേഗത്തിലാണ് ഇവിടെ പണി മുന്നോട്ട് പോകുന്നത്. ഇന്ന് MLA അടക്കമുള്ളവരുടെ വന്ന് നാട്ടുകാരുടെ പരാതി കേട്ടിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണം, അവരെ കൊണ്ട് വിശ്വാസമെടുത്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശമൊക്കെ MLA നൽകിയിരുന്നു. വൻകിട ആശുപത്രികളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നാടിന് വികസനം കൂടിയാണ്. പക്ഷേ അങ്ങനെ വികസനം വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വീടുകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ വഴി ഇതൊക്കെ അടയ്ക്കാതെ അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്തുള്ള വികസനം വേണം വരേണ്ടത്. ഈ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാളെ എങ്ങനെ വഴി നടക്കുമെന്ന ആശങ്ക, എങ്ങനെ വീട്ടിൽ കഴിയുമെന്ന ആശങ്ക, ആ ആശങ്കയ്ക്ക് കൂടി പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ്. സന്തോഷ് കുമാറിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ 13-കാരിയെ പീഡിപ്പിച്ച 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളിൽ പ്രായപൂർത്തിയാകാത്തവരും ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു. സ്കൂളിലെ കൗൺസിലിംഗിലായിരുന്നു കുട്ടിയുടെ വെളിപ്പെടുത്തൽ. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി പീഡിപ്പിച്ച സംഭവത്തിൽ 6 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 2 പേർ മാത്രമാണ് പ്രായപൂർത്തിയായ പ്രതികളുള്ളത്. എന്തായാലും ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായ വിവരം പെൺകുട്ടിയുടെ സഹോദരിയോട് പറയുന്നത്. സഹോദരി പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുകയും അങ്ങനെ പോലീസിൽ ഈ വിവരം ലഭിക്കുകയും പരാതി ലഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് 6 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 10ഓളം പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ഈ കസ്റ്റഡിയിലുള്ള പ്രതികളോട് കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പെൺകുട്ടി പഠിച്ച സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ, ഇപ്പോൾ പോലീസ് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പെൺസുഹൃത്താണ്. ആ പെൺസുഹൃത്തിന്റെ വീട്ടിലും വെച്ച് പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 എഫ്ഐആറുകൾ ഇട്ടാണ് ഇപ്പോൾ ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരു എഫ്ഐആറിൽ 5 പ്രതികളും മറ്റൊരു എഫ്ഐആറിൽ 5 പ്രതികളും, അങ്ങനെ 10 പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
അതിൽ പെൺകുട്ടി ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ഒരു എഫ്ഐആറും, ഒപ്പം വീട്ടിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പെൺസുഹൃത്താണ്, പെൺകുട്ടിയുടെ സഹപാഠിയാണ്, അവിടെ വെച്ചും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അതൊരു എഫ്ഐആറും. അങ്ങനെ 2 എഫ്ഐആറിട്ടാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ വിവരം പോലീസിൽ ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുകയും പ്രതികളിലേക്ക് എത്തുമായിരുന്നു. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ട്. പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം. 13, 14 വയസ്സുള്ള ആൺകുട്ടികളാണ്. എന്തായാലും പ്രതികള് ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 9ാം ക്ലാസ്സുകാരിയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. 13 വയസ്സ് മാത്രമാണ് പെൺകുട്ടിക്കുള്ളത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 6 പേർ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 2 പേർ പ്രായപൂർത്തിയായവരാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കു സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. താലൂക്കുകളിൽ നിന്നും ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും ജില്ലയിലെ ജലാശയങ്ങളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലും തുടരുന്ന മഴയുടെ സാഹചര്യം മുൻനിർത്തിയാണ് നടപടി. അതേസമയം കാലാവസ്ഥ മോശമായതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. മഴക്കാല രോഗവ്യാപനത്തിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നാണ് ആക്ഷേപം. പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നുവെന്ന് മുരളീധരൻ പറഞ്ഞു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തിനേക്കാൾ അത്ര കാര്യമായിട്ടുള്ള വർധന ഉണ്ടായിട്ടില്ല. പക്ഷേ സംഭവിച്ചിട്ടുള്ളത് ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. അതൊരു പക്ഷേ ഇലക്ഷൻ അതായിരിക്കാം ചിലപ്പോൾ. ഏതായാലും ഞങ്ങളുടെ കയ്യിൽ ഈ വകുപ്പ് കിട്ടുമ്പോഴേക്കും പകർച്ചവ്യാധികൾ കുറേയൊക്കെ പടർന്നിരുന്നു. പക്ഷെ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷിഗല്ല മരണങ്ങൾ ഇപ്പോൾ ഒരു 5-10 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട രീതിയിലുള്ള രോഗാണുബാധകളില്ല. ഉള്ളതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇനിയിപ്പോൾ മഴ വർദ്ധിക്കുമ്പോൾ ഉള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ക്ലീനിങ്ങും കാര്യങ്ങൾക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളായ മുതിർന്ന CPM നേതാക്കൾ കോടതിയിൽ ഹാജരായി. AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, KM വർഗീസ് അടക്കമുള്ളവരാണ് ഹാജരായത്. കലൂർ PMLA കോടതിയിലാണ് പ്രതികളെത്തിയത്. 2ാം ഘട്ട കുറ്റപത്രത്തിലാണ് AC മൊയ്തീനെയും K രാധാകൃഷ്ണനെയും പ്രതി ചേർത്തത്. പാർട്ടിയെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും CPMകാരായതുകൊണ്ടാണ് കേസെടുത്തതെന്നും K രാധാകൃഷ്ണൻ ആരോപിച്ചു. 21-ന് പിന്നെ അത് വക്കീലായിട്ട് ആലോചിച്ച് ചെയ്യണം. ഇപ്പൊ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഫർദർ ഡീലിംഗ്സ് എന്താണെന്ന് വേണ്ടത് വക്കീലുമാരുണ്ടല്ലോ, അപ്പൊ അവര് തീരുമാനിക്കും. ഈ കേസിൽ 68ാം പ്രതിയാണല്ലോ പാർട്ടി. അപ്പോൾ പാർട്ടി കൂടി പ്രതികർത്ത് ഒരു കേസ് നിലയിൽ എങ്ങനെ കാണും? അതെ, പാർട്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് ഇതിന് മുന്നില്. CPMനെയും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേസിൽ പ്രതി. ഞങ്ങൾ CPM ആയതുകൊണ്ട് മാത്രം പ്രതികളാവുന്ന, അല്ലാതെ തെറ്റ് ചെയ്തുകൊണ്ട് പ്രതികളാകുന്നതല്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ. ഉപനേതാവ് പദവി അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ കഴിഞ്ഞതാണെന്നാണ് വിശദീകരണം. LDF കൺവീനർ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി മുന്നണി യോഗം ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മുന്നണിയിൽ ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നും പിണറായി പറഞ്ഞു. LDFന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്, യോഗം ചെയ്തു. അത് കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊന്നും മുന്നണി ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ധാരണ തെറ്റിച്ച കമ്പനി തിങ്കളാഴ്ച വരെ പിരിച്ചുവിടൽ മരവിപ്പിച്ചിരുന്നുവെങ്കിലും ജീവനക്കാർക്ക് പിരിച്ചുവിടൽ ധാരണ പ്രകാരമുള്ള 3 മാസത്തെ ശമ്പളം നൽകി. ഇന്നലെയാണ് കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ ജോലിക്കെത്തിയ 800-ലധികം ജീവനക്കാരെ യാതൊരു അറിയിപ്പും നൽകാതെ പിരിച്ചുവിട്ടത്. നടപടിക്കെതിരെ ജീവനക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ജനപ്രതിനിധികളും തൊഴിൽ വകുപ്പുമായി നടത്തിയ ചർച്ചയിൽ പിരിച്ചുവിടൽ നടപടികൾ തിങ്കളാഴ്ച വരെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചാണ് ധാരണ പ്രകാരമുള്ള 3 മാസത്തെ ശമ്പളം നൽകിയത്.
രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. എറണാകുളം സ്വദേശി TA അയൂബാണ് കീഴടങ്ങിയത്. ഇന്നലെ കൊച്ചി NIA കോടതിയിലായിരുന്നു കീഴടങ്ങൽ. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാളെന്നാണ് സംശയം. എടവനക്കാട് വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തി. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കേസിൽ പ്രതിയായിരുന്ന TA അയൂബ് എന്ന PFI പ്രവർത്തകൻ, PFI നേതാവ് കഴിഞ്ഞ ദിവസം കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങി. പ്രധാനമായിട്ടും ആയുധ പരിശീലകനാണ്, PFIയുടെ ആയുധ പരിശീലകനായിട്ടാണ് അയൂബിനെ കണക്കാക്കി പോരുന്നത്. അതുപോലെ ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് അയൂബാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുമാത്രമല്ല, എടവനക്കാട്ടെ വീട്ടിൽ അയൂബിൻ്റെ എടവനക്കാട്ടെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ ഹിന്ദു നേതാക്കളുടെ പേരുകൾ ചേർത്തുള്ള ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കൊച്ചിയിലെ NIA കോടതിയിൽ അയൂബ് കീഴടങ്ങിയത്. PFI കേസിൽ 69ാം പ്രതിയാണ്. സമൂഹമാധ്യമ ആപ്പായ ടെലിഗ്രാമിനെതിരെ നടപടി ശക്തമാക്കി കേന്ദ്ര സർക്കാർ. സിനിമകളുടെ വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി വേണം. 15 ദിവസത്തിനുള്ളിൽ എന്ത് നടപടിയെടുത്തുവെന്ന് വിശദീകരിക്കണമെന്നും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നോട്ടീസ് നൽകി. റിലീസിംഗിന് തൊട്ടു പിന്നാലെ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ടെലിഗ്രാം വഴി പ്രചരിക്കുന്നതിലാണ് കേന്ദ്രം ഇടപെട്ടിരിക്കുന്നത്. നേരത്തെ നീറ്റ് ചോദ്യപേപ്പർ ടെലിഗ്രാം ആപ്പ് വഴി പ്രചരിച്ചപ്പോഴും കേന്ദ്രത്തിന്റെ ഇടപെടലുണ്ടായിരുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. 100ഓളം രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും ലക്ഷക്കണക്കിന് ജനങ്ങളും ടെഹ്റാനിലേക്കെത്തി. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിലാണ് ചടങ്ങുകൾ. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ IRGC കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദിയും ചടങ്ങിനെത്തിയിട്ടുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി രാജ്യത്തെ എയർ സ്പേസ് അടച്ച ഇറാൻ പൊതുഗതാഗതത്തിനും കടകമ്പോളങ്ങൾ തുറക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ നിരവധി ജനങ്ങളാണ് ഈ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ഉൾപ്പെടെ മൊത്തം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി അവിടെ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പലരും അവിടേക്ക് എത്തുന്നത്. അലറി നിലവിളിക്കുന്നുണ്ട്. ഖമേനി മരിച്ചിട്ടിപ്പോൾ മാസങ്ങളായെങ്കിലും ജനങ്ങളൊന്നും വിഷമമടക്കാൻ പറ്റാതെയാണ് ഈ പ്രാർത്ഥനാ ഹാളിലേക്ക് എത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോൾ ഈ പൊതുദർശനം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ട്രിബ്യൂട്ട് യോഗം ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി സംഘടിപ്പിച്ചത്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റയും അതുപോലെ തന്നെ ബീഹാർ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദ്, PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി എന്നിവരും ഇന്ത്യയിൽ നിന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് 100 കണക്കിന് രാജ്യങ്ങളിലുള്ള പ്രതിനിധികളാണ് നിലവിൽ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മലേഷ്യ, ടുണീഷ്യ, അതുപോലെ ഖത്തർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ജോർജിയ, ഇറാഖ്, അതിനു പുറമെ റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട്. അതീവ സുരക്ഷ തന്നെയാണ് ഇറാനിൽ ഉടനീളം ഒരുക്കിയിട്ടുള്ളത്. ഇറാനിലെ എയർ സ്പേസ് എല്ലാം പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. ആഭ്യന്തര അതുപോലെ അന്താരാഷ്ട്ര സർവീസുകൾ ഒന്നും തന്നെ ഇറാന് മുകളിലൂടെ കടന്നു പോകരുത് എന്നുള്ള നിർദ്ദേശമാണുള്ളത്. പൊതുജനങ്ങളെല്ലാം കടകമ്പോളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം കാണാനെത്തുന്ന സന്ദർശകർക്ക് വേണ്ടി രാജ്യത്തുള്ള എല്ലാ സ്കൂളുകളും അടച്ചിട്ട് അവിടെ താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുമുണ്ട്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്ന് നടി അൻസിബ ഹസൻ ആരോപിച്ചു. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടും FIR ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും അൻസിബ കുറ്റപ്പെടുത്തി. അതേസമയം തനിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ കിട്ടിയിരുന്നതായി, രാജിവെക്കാതെ ഉറച്ചുനിന്ന് പോരാടണമെന്ന് ഇരുവരും പറഞ്ഞതായും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശപ്പെട്ടു. അമ്മയുടെ
ജനറൽ ബോഡി യോഗം ചേർന്നതിന് ശേഷം അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റതിനു ശേഷം അല്ലെങ്കിൽ ശ്വേതാ മേനോനും സംഘവും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ പ്രശ്നങ്ങളാണ് അമ്മ സംഘടനയിൽ നടക്കുന്നത്. ഇന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച മായ വിശ്വനാഥ്, മാല പാർവതി, അതുപോലെ അൻസിബ ഹസൻ തുടങ്ങിയ ഉഷ ഹസീന തുടങ്ങിയ നടിമാർ വെളിപ്പെടുത്തുന്നത് അമ്മയിലേക്ക് BJP ബാന്ധവം ആരോപിക്കുകയാണ്. ഇവർ പ്രത്യേകിച്ചും അമ്മയിലേക്ക് ഈ അദാനി ഗ്രൂപ്പിൽ നിന്നും 15 കോടി രൂപ കൊണ്ടുവരാൻ ശ്വേത ശ്രമിച്ചു. അത് കൂടുതലുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഫൈറ്റാണ്, അത്തരത്തിലുള്ള റിഫ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നതെന്നാണ്. പത്മജ മേനോൻ കൊച്ചിയിലെ മുതിർന്ന ഒരു BJP നേതാവാണ്. അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂ ഉൾപ്പെടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മാലാപാർവതി ഇത്തരത്തിലൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ ദല്ലാൾ നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ കൈപ്പറ്റാനുള്ള ധാരണയുണ്ടായിരുന്നു. അത് കൈപ്പറ്റിയത് 75 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ഭാരവാഹികളെ മറ്റേതെങ്കിലും ജനറൽ ബോഡിയോ ഒന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യം കൂടി വരുമ്പോൾ അതെവിടെ പോയി എന്ന് അറിയിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ BJP നേതാവ് അമ്മയിലെ ആളുകൾ അറിയാത്ത കാര്യം BJP നേതാവ് എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ള ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. ഇവിടെ അതായത് അമ്മയിലേക്ക് ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനാണ് ശ്വേതാ മേനോന്റെ ശ്രമമെന്ന ആരോപണമാണ് ഈ നടിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും അമ്മയിൽ കണക്കുകൾ വ്യക്തമായിരുന്നില്ല. കണക്ക് ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ, ജനറൽ ബോഡി ആവശ്യപ്പെട്ടപ്പോഴാണ് ശ്വേതാ മേനോൻ താനും തന്റെ അംഗങ്ങളും രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ പ്രാഥമിക അംഗത്വം കൂടി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അവരാണ് പിന്നീട് ഇത് പ്രഖ്യാപനം മാത്രമേ നടത്തിയിട്ടുള്ളൂ, രേഖാമൂലം താൻ രാജി സമർപ്പിച്ചില്ല എന്നുള്ള അവകാശവാദവുമായി തിരിച്ചെത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടിക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ള അവസരം തരണമെന്ന് പറയുന്ന ഓഡിയോ ലീക്ക് ചെയ്ത സാഹചര്യമുണ്ട്. അത് തന്നെ ക്രൈമാണ് എന്ന് ഉഷ ഹസീന ചൂണ്ടിക്കാട്ടുന്നു. പേഴ്സണലായി രമേശ് പിഷാരടിയുമായി സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അത് ലീക്ക് ചെയ്തതാണ് എന്ന് പറയുന്നതിനേക്കാൾ അത് റിലീസ് ചെയ്തതാണ് എന്ന് കഴിഞ്ഞ ദിവസം പിഷാരടി വ്യക്തമാക്കിയിരുന്നു. ആ ഒരു അതിനെ തന്നെയാണ് ഉഷ ഹസീനയും ആവർത്തിച്ചു പറയുന്നത്. അതൊരു ക്രൈമാണ്. അത്തരത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചന കൂടി അമ്മയുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോൻ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണവും ശക്തമാണ്. മാത്രമല്ല, ഈ കണക്ക് ബോധിപ്പിക്കൽ തന്നെയാണ് തങ്ങളുടെ ആവശ്യം. അത് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയുടെ അംഗങ്ങൾ രാജിവെക്കുന്നുവെന്ന് താനും അംഗങ്ങളും രാജിവെക്കുന്നുവെന്ന് ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചപ്പോൾ ഒരംഗങ്ങളും എതിർത്തിരുന്നില്ല. അതിനുശേഷം ജനറൽ ബോഡി തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതല നൽകുന്നത്. അതേസമയം മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യത്തിൽ അന്ന് അഡ്ഹോക് കമ്മിറ്റിയായി ചുമതലയുണ്ടായിരുന്നു. നേരത്തെ തുടർന്നു വന്ന കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് പുതിയ ആളുകളെ ചേർത്ത് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ളതുമാണ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ നടിമാർ വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും വലിയ സാമ്പത്തിക ആരോപണമാണ് ശ്വേതാ മേനോനെതിരെ നിലനിൽക്കുന്നത്. അതേസമയം ശ്വേതാ മേനോൻ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകൾ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിന് നന്ദി പറഞ്ഞുകൊണ്ടും അമ്മയിലെ തന്നെ പിന്തുണച്ച ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവർ പ്രതികരിച്ചിരിക്കുന്ന അമ്മ പ്രസിഡന്റ് എന്ന സൈൻ ഓഫോട് കൂടിയാണ് അവർ ആ പ്രതികരണവും നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും അമ്മയിലെ ഈ തർക്കവും തമ്മിൽ തല്ലും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത്തരം വലിയ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ഒരു സിനിമാ മേഖലയിലേക്ക് മതസംഘടനകളെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയപരമായ ഇടപെടലുകളെയോ വലിച്ചിടാൻ ശ്രമിക്കുന്നു. അത് ഒരു സംഘടനയെ ഇല്ലാതാക്കും. ശ്വേതാ മേനോന്റെ കയ്യിൽ ഭരണമെത്തിയ ശേഷമാണ് അമ്മ സംഘടന ഇത്രയധികം അധപ്പതിച്ചു പോയത് തുടങ്ങിയ ആരോപണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. ശ്വേതാ മേനോന്റെ ഉറപ്പിൽ 15 കോടി രൂപ അദാനി ഗ്രൂപ്പിൽ നിന്ന് BJP നേതാവ് ലഭ്യമാക്കിയെന്ന് മാല പാർവതി. ഇത് സംബന്ധിച്ച ഓഡിയോ സന്ദേശവും അവർ പത്രസമ്മേളനത്തിൽ പ്ലേ ചെയ്തു. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടതെന്നും മാല പാർവതി പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരങ്ങൾ സംഘടനയിലുണ്ടെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. വലിയ താമസമില്ലാതെ അവരുടെ ഇടപെടൽ ഉണ്ടാകും. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമുണ്ടാകും. സർക്കാർ സിനിമാ മേഖലയെ ഗൗരവമായി കാണുമെന്നും ഷാനിമോൾ പറഞ്ഞു.
നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട് താരസംഘടനയിലെ പ്രശ്നങ്ങൾ. താരസംഘടനയ്ക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരനേതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വലിയ താമസമില്ലാതെ അത് ഇടപെട്ട് തന്നെ തീർക്കും. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരമാണുള്ളത്. അല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. അത് രണ്ടും തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. സർക്കാർ അതിനകത്ത് വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് സിനിമാ മേഖലയെ കാണുന്നത്. സിനിമ ഒരു വ്യവസായമാക്കി മാറ്റിക്കൊണ്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം അടക്കം നമ്മൾ കണ്ടു. സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയെ ഏറ്റവും മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് ഇടയിൽ സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പനെ കാണാതായ സംഭവത്തിൽ കടാവർ നായയെ എത്തിച്ച് പരിശോധന. 8 ദിവസം മുൻപാണ് ഊരുമൂപ്പൻ മോഹൻദാസിനെ കാണാതായത്. വനപാലകരും പോലീസുമാണ് പരിശോധന നടത്തുന്നത്. ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശി, എന്താണ് സംഭവിച്ചത്? ഇയാളുടെ ബന്ധുക്കൾ എന്താണ് കാര്യങ്ങൾ പറയുന്നത്? പോലീസിന്റെ പരിശോധന എവിടെ വരെയായി? രഞ്ജിത്ത്, 8 ദിവസം മുമ്പാണ് ഈ കൊക്കാത്തോട് കട്ടാത്തിപ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പൻ 70 വയസ്സുള്ള മോഹൻദാസിനെ കാണാതാകുന്നത്. അത് പ്രധാനമായും ഈ മോഹൻദാസ് ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള കാരണമായി വീട്ടുകാർ പറയുന്നത് 2023 മോഹൻദാസിന് ഒരു കേസ് അയൽവാസിയുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. അത് കോന്നി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതാണ്, പണവും നൽകിയതാണ്. പക്ഷെ പിന്നീട് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു സമൻസ് വന്നിരുന്നു. ആ സമൻസ് വന്നതിന് ശേഷമാണ് മോഹൻദാസിനെ കാണാതായത്. മോഹൻദാസ് വീട്ടിൽ നിന്നും ഈ സമൻസ് വന്നതിന് ശേഷം വളരെ ദുഃഖിതനായിരുന്നു. ഒപ്പം വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് മോഹൻദാസിനെ കാണാതായത്. അങ്ങനെ 8 ദിവസം പിന്നിടുന്നു. എന്തായാലും അതിനുശേഷം പോലീസും അതുപോലെ തന്നെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസും വനപാലകരും അടക്കം വലിയ രീതിയിൽ പകലും രാത്രിയിലും ഒക്കെ തെരച്ചിൽ നടത്തി ഇതുവരെ മോഹൻദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ കടാവൂർ നായ്ക്കളെ എത്തിച്ചതിന് ശേഷം കണ്ടെത്താനുള്ള ശ്രമം കൂടി വനത്തിൽ വ്യാപകമായ ഒരു പരിശോധന നടത്താൻ ഇപ്പോൾ ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടാണ് മോഹൻദാസ് പോയത് എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതിലുപരി വലിയൊരു ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ കേസ് കോന്നി പോലീസ് സ്റ്റേഷനിലാണ് ഒത്തുതീർപ്പാക്കിയത്. അന്ന് പരാതിക്കാരിയും മോഹൻദാസും അടക്കമുള്ള ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പോലീസിന് 5000 രൂപ നൽകിയാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്. ആ ഒത്തുതീർപ്പാക്കിയ കേസാണ് വീണ്ടും സമൻസായി വന്നത് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നത്. പോലീസിന് കൈക്കൂലി നൽകി ഈ കേസ് ഒത്തുതീർപ്പാക്കിയിട്ടും ആ കേസ് പിന്നീട് വന്നതാണ് ഈ ഊരുമൂപ്പനെ മാനസിക വിഷമത്തിലാക്കിയതും ഒപ്പം ഭയവും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കാട്ടിലേക്ക് പോയി കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിൽ ഒരു വിശദമായ പരിശോധന കാടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസമായും സമാനമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നെങ്കിലും ഇതുവരെ മോഹൻദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്നുള്ള അറിവും പോലീസ് ലഭിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് കടാവൂർ നായ്ക്കളെ എത്തിച്ചത്. മൃതദേഹങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഉപയോഗിക്കുന്ന നായ്ക്കളായതുകൊണ്ട് തന്നെ കൃത്യമായി എവിടെയെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ കടാവൂർ നായ്ക്കളെ ഉപയോഗിച്ച് കാട്ടിൽ വ്യാപകമായ തിരച്ചിൽ പോലീസും വനം വകുപ്പും അടക്കമുള്ള സംഘം തിരച്ചിൽ നടന്നു. രഞ്ജിത്തെ. ശരി, ശശിനാരായണൻ. ചില ദൃശ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുണ്ട്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണാം. പോലീസിന്റെ തെരച്ചിലാണ്. കടാവർ നായ ഉപയോഗിച്ചുള്ള പോലീസിന്റെ തെരച്ചിൽ പ്രേക്ഷകർക്ക് കാണാം. ഏതായാലും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഊരുമൂപ്പനായുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഊരുമൂപ്പനെ കാണുന്നില്ല. വനപാലകരും പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുകയാണ്. പത്തനംതിട്ട കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പനെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഊരുമൂപ്പൻ മോഹൻദാസിനെ ഒരാഴ്ചയായി കാണാനില്ല എന്നുള്ളതാണ് പരാതി. 8 ദിവസമായി കാണാനില്ല എന്നുള്ളതാണ് പരാതി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മദ്യലഹരിയിൽ അസഭ്യവർഷം. യുവാവിന് നേരെ ട്രാഫിക് പോലീസിന്റെ പെപ്പർ സ്പ്രേ പ്രയോഗം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ഇടുക്കി അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസമായൊരു സംഭവം. യുവാവ് ആദ്യം ബാറിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. പിന്നീട് ബസ് സ്റ്റാൻഡിലെത്തിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ അസഭ്യം പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ട്രാഫിക് പോലീസിനോടും ഇയാളുടെ കയ്യാങ്കളിയും അസഭ്യവർഷവുമുണ്ട്. തുടർന്ന് ട്രാഫിക് പോലീസ് എത്തിയപ്പോൾ അവർക്ക് നേരെ ഇയാൾ വലിയ തോതിൽ ആദ്യം സ്കൂൾ കുട്ടികളെ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു, വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു, ബാറിൽ അടിപിടി ഉണ്ടാക്കി. അതിനുശേഷം പുറത്തു വന്നു. പോലീസ് ജീപ്പ് കണ്ടപ്പോൾ, ട്രാഫിക് പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇയാൾ അവിടെയും എത്തി അത്തരം സംഗതികൾ നടത്തിയപ്പോഴാണ് പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഇയാളെ നേരിട്ടത്.
പോലീസിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ പെപ്പർ സ്പ്രേ പ്രയോഗം നടത്തിയത്. അതോടെ ഇയാൾ കുടുങ്ങി. അതിനുശേഷം പോലീസ് ജീപ്പ് വിട്ടുപോയി. വൈറലായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത്തരം ബിരുദന്മാർക്ക് കൊടുക്കാവുന്ന ഉഗ്രൻ പണിയാണ് പോലീസ് നൽകിയത്. അതോടെ ഇരിപ്പായ ആൾ എപ്പോൾ എഴുന്നേറ്റ് പോയി എന്നുള്ളതും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ദൃശ്യങ്ങളിൽ കാണാം, പോലീസിൻ്റെ ജീപ്പിനടുത്തേക്ക് ഇയാൾ എത്തുന്നു. പോലീസ് ജീപ്പ് കാണുമ്പോൾ ഇയാൾക്ക് ചില ആംഗ്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അവരെ അസഭ്യം പറയുന്നു. തൊട്ടടുത്തേക്ക് ചെല്ലുന്നു. പോലീസ് ജീപ്പിൻ്റെ ഡോറിനടുത്ത് ചെന്ന് അവരെയും തെറി വിളിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരമൊരു പ്രയോഗം നടത്തേണ്ടി വന്നത്. പെപ്പർ സ്പ്രേ പ്രയോഗിച്ചപ്പോഴേക്കും ഇയാളുടെ എല്ലാ തരത്തിലുള്ള വീര്യവും ചോർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീപ്പിനടുത്തേക്ക് ചെന്ന് ഡോറിനടുത്ത് ചെന്ന് വീണ്ടും അസഭ്യപ്രയോഗം നടത്തിയപ്പോഴാണ് കയ്യിലിരുന്ന പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഉഗ്രൻ പണി പോലീസ് നൽകിയത്. കാസർഗോഡ് കുമ്പളയിൽ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി അന്തർ സംസ്ഥാന കുറ്റവാളി ലാല കബീറും കൂട്ടാളിയെ പിടിയിലായി. തട്ടിക്കൊണ്ടുപോകൽ, കവർച്ച, കൊട്ടേഷൻ തുടങ്ങി നിരവധി കേസുകൾ പ്രതിയാണ് ലാല കബീർ. കേരളം, കർണാടക സംസ്ഥാനങ്ങളിലാണ് ഇയാൾക്കെതിരെ നിരവധി കേസുകളുള്ളത്. മൈസൂരിൽ ജയിലിലായിരുന്ന ലാല കബീർ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ദേശീയപാതയിൽ കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ചാണ് പ്രതികൾ പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും കുമ്പള പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഇടുക്കി പീരുമേട്ടിൽ എസ്റ്റേറ്റ് ലയത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ അപകടം. മേലെ തെഴുതയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. പോപ്സ് എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന സുദർശന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. അപകട സമയത്ത് സുദർശന്റെ മകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് കുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വീടിന്റെ അടുക്കള ഉൾപ്പെടെ തകർന്നു. നെയ്യാറ്റിൻകര ഒറ്റശേഖരമംഗലത്ത് ATMൽ മോഷണ ശ്രമം. ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന SBI ശാഖയുടെ CDM മെഷീൻ കുത്തിത്തുറന്നാണ് കവർച്ച നടത്താൻ ശ്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മെഷീന്റെ മുൻഭാഗം തകർത്ത മോഷ്ടാക്കൾ ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. അതേസമയം പണം നഷ്ടമായിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ആരൻകോട് പോലീസും SBI ജീവനക്കാരും സ്ഥലത്ത് പരിശോധന നടത്തി. മംഗളൂരു ബൈക്കമ്പാടിയിൽ പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കണ്ണൂർ പാതിരിയാടിയിലെ RK നിമിൽ, കർണാടക മടിക്കേരി സ്വദേശികളായ ഇർഷാദ്, മുസ്തഫ എന്നിവരാണ് പനമ്പൂർ പോലീസിന്റെ പിടിയിലായത്. കേസിൽ 13 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. ജൂൺ 29 പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പയ്യന്നൂരിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി വികാസ് സുബ്ബറാവു ധനവാടനെ ബൈക്കമ്പാടിയിൽ വെച്ച് 2 ഇന്നോവ കാറുകളിലും സ്വിഫ്റ്റ് കാറിലുമായി എത്തിയ അക്രമി സംഘം തടഞ്ഞു തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കൊള്ളയടിച്ചു. കാറിനകത്തുണ്ടായിരുന്ന 20 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവും 2 മൊബൈൽ ഫോണുകളുമാണ് നഷ്ടമായത്. ഒളിവിൽ കഴിയുന്ന 13 പ്രതികൾ മടിക്കേരി, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇനി ലോക ഫുട്ബോൾ വിശേഷങ്ങൾ. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ പോരിൽ ഫ്രാൻസ് ഇന്ന് പരാഗ്വേയെ നേരിടും. ഫിലാഡൽഫിയയിലെ ഉയർന്ന താപനിലയാണ് ഫ്രഞ്ച് ടീമിന്റെ പ്രധാന വില്ലൻ. പുലർച്ചെ 2:30-ക്കാണ് മത്സരം. കിരീടപ്പോര് മുറുകുമ്പോൾ സാധ്യതാ ലിസ്റ്റിലെ ഒന്നാമന്മാരാണ് ഫ്രാൻസ്. പ്രീ ക്വാർട്ടർ പോരിന് പാരഗ്വേക്കെതിരെ പന്ത് തട്ടാനിറങ്ങുന്ന ഫ്രഞ്ച് പടയ്ക്ക് എതിരാളികൾ 2 പാരഗ്വേയും ഒപ്പം ഫിലഡൽഫിയയിലെ ചൂടും. 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദശാംസ് പറയുന്നത് ഫ്രാൻസിന് മാത്രമല്ല പാരഗ്വേയും ഈ ചൂട് വലയ്ക്കുമെന്നാണ്. തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിക്കുന്ന ഫ്രാൻസിന് ഏതു വിധേനയും പ്രതിസന്ധികൾ മറികടന്നേ മതിയാകൂ. ഫ്രാൻസ് കിരീടം നേടിയ 1998-ലെ ലോകകപ്പിലും പ്രീ ക്വാർട്ടറിൽ
പാരഗ്വേ ആയിരുന്നു എതിരാളികൾ. അന്ന് ലോറൻ ബ്ലാങ്കിന്റെ ഗോളിൽ ഫ്രാൻസ് ജയിച്ചു. ലോക കിരീടം അന്നുയർത്തിയ ക്യാപ്റ്റൻ ദശാംസാണ് ഇപ്പോൾ പരിശീലകൻ. എന്നാൽ റൗണ്ട് ഓഫ് 32-ൽ ജർമ്മനിയെ ഷൂട്ടൌട്ടിൽ തകർത്താണ് വരവ്. ഗുസ്താവോ അൽഫാരോയുടെ കീഴിൽ മികച്ച പ്രതിരോധമാണ് പാരഗ്വേക്ക്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോക പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ഇന്ന് ആതിഥേയരായ കാനഡയെ നേരിടും. പ്രീ ക്വാർട്ടറിലേക്ക് ആദ്യമായി യോഗ്യത നേടിയ കാനഡയ്ക്ക് കടുത്ത വെല്ലുവിളിയാകും മൊറോക്കോ. മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്നുണ്ട് മൊറോക്കോ. ഹൂസ്റ്റണിൽ രാത്രി 10:30-ക്കാണ് മത്സരം. കേപ്പ് വെർഡെയുടെ പോരാട്ട മികവിന് മുന്നിൽ വിയർത്ത അർജന്റീന പ്രീ ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീന ജയിച്ചത്. പിന്നിൽ നിന്ന ശേഷം 2 തവണ തിരിച്ചടിച്ച കേപ്പ് വെർഡെ ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചു. ഫിനിഷിംഗിൽ മൂർച്ചക്കുറവാണ് കേപ്പ് വെർഡെയ്ക്ക് തിരിച്ചടിയായത്. 29-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയാണ് അർജന്റീനയെ ആദ്യം മുന്നിലെത്തിച്ചത്. 59-ാം മിനിറ്റിൽ ഡെറോയ് ഡ്യൂവർട്ട് ഗോൾ മടക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. 92-ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഗോളിൽ അർജന്റീന മുന്നിലെത്തി. 103-ാം മിനിറ്റിൽ സിഡ്നി ലോപ്പസ് കബ്രാൽ കേപ്പ് വെർഡെയെ വീണ്ടും ഒപ്പമെത്തിച്ചു. എന്നാൽ 111-ാം മിനിറ്റിൽ ഡൈനെ ബോർഗസിന്റെ ഓൺ ഗോളിൽ അർജന്റീന വീണ്ടും ലീഡ് പിടിച്ചു. അർജന്റീന നടത്തിയ 20 ഗോൾ ശ്രമങ്ങളാണ് കേപ്പ് വെർഡെ ഗോൾ കീപ്പർ വൊസീഞ്ഞയും സഹതാരങ്ങളും ചേർന്ന് നിഷ്പ്രഭമാക്കിയത്. വൊസീഞ്ഞ 8 സേവുകൾ നടത്തി. കൊളംബിയ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഘാനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. 14-ാം മിനിറ്റിൽ ജോൺ ആരിയാസാണ് ഗോൾ നേടിയത്. 57-ാം മിനിറ്റിൽ കൊളംബിയയുടെ ലൂയിസ് ഡയസ് ഗോൾ നേടിയെങ്കിലും ഓഫ് സൈഡ് വിളിച്ചു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡ് ആണ് കൊളംബിയയുടെ എതിരാളികൾ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ നോക്കൌട്ടിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഈജിപ്ത് മുന്നേറിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ സമനില പാലിച്ചോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മാറിയത്. 13-ാം മിനിറ്റിൽ ഇമാം അഷൌറിന്റെ ഗോളിൽ ഈജിപ്ത് മുന്നിലെത്തി. 55-ാം മിനിറ്റിലെ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ഈജിപ്തിന് തിരിച്ചടിയായത്. ഉയർന്നു വന്ന പന്ത് തടയുന്നതിനിടെ ഗോളായി മാറുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈജിപ്ത് 4 എണ്ണം ലക്ഷ്യത്തിലെത്തിയപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് 2 എണ്ണം മാത്രമേ ഗോളാക്കാൻ സാധിച്ചുള്ളൂ. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഇടുക്കിയിൽ കൃഷിഭൂമിയിലെ മണ്ണെടുപ്പിനിടെ പാറ പതിച്ച് വീട് തകർന്ന ഇടുക്കി തടിയമ്പാട് പുന്നപ്പറമ്പിൽ റജിയും കുടുംബവും അന്തി ഉറങ്ങുന്നത് വാടക വീട്ടിൽ. കഴിഞ്ഞ ജൂൺ 2-നായിരുന്നു സംഭവം. വാസയോഗ്യമല്ലാത്ത വിധം തകർന്ന വീട് നിർമ്മിച്ചു നൽകുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ ഭൂമിയുടെ ഉടമസ്ഥരായ സെമിനാരിയോ സ്ഥലമേറ്റെടുത്ത പാട്ടക്കാരനോ തയ്യാറാവുന്നില്ല എന്നാണ് പരാതി. കഴിഞ്ഞ ജൂൺ 2-നാണ് തടിയമ്പാട് സ്വദേശി റെജിയുടെ വീട് പാറ വീണ് പൂർണ്ണമായി തകർന്നത്. സമീപത്ത് ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സെമിനാരി വക സ്ഥലം ഏലം കൃഷിക്കായി പാട്ടത്തിനെടുത്ത സ്വകാര്യ വ്യക്തി മണ്ണെടുത്തു മാറ്റുന്നതിനിടെയാണ് വലിയ പാറ ഉരുണ്ടുവന്ന് വീട്ടിലേക്ക് പതിച്ചത്. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നത് വളരെ അപകടാവസ്ഥയിലാണ്. ഇതിന് മുകൾ വശത്ത് വലിയ പടുതാക്കുളവും മുതൽ എല്ലാം കുത്തി ഏലം പണിയാനാണെന്നും പറഞ്ഞ് ഇളക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമുക്കിവിടെ ജീവന് പേടിച്ചിട്ട് കിടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ട് വാടകയ്ക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. 1 മാസമായിട്ട് ഒരു തീരുമാനമാകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോരുന്നത്. പാറ ഉരുണ്ടുവരുന്ന ശബ്ദം കേട്ട് വീടിനുള്ളിൽ നിന്നും ഓടിമാറിയതിനെ തുടർന്നാണ് കുടുംബം വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വാസയോഗ്യമല്ലാത്ത വിധം വീട് തകർന്നിട്ടും സ്ഥലമുടമയായ സെമിനാരിയോ പാട്ടക്കരാറുകാരനോ വീട് നിർമ്മിച്ചു നൽകുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ തയ്യാറാവുന്നില്ലെന്നാണ് റജിയുടെ പരാതി. ഇപ്പോൾ വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഇതോടൊപ്പം സെമിനാരി വക ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ പടുതാക്കുളം മറ്റൊരു വലിയ ഭീഷണിയായി മാറുന്നതായും റജി പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലുണ്ടാവണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,450, പവന് 1,07,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,110, പവന് 88,880. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds, the versatile jewelry. ഇനി സ്പോട്ട് ലൈവുമായി നവമി ദിനേശ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.